പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുന്ന വിഷയം, വിശുദ്ധിയിലേക്ക് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വെറുതെയല്ല. അവിടത്തേക്ക് പ്രത്യേകമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ട്. അവിടുന്ന് തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. സാദൃശ്യം എന്ന വാക്കിന്റെ അർത്ഥം ദൃശ്യവൽക്കരിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. ഇൻവിസിബിൾ ആയിട്ടുള്ള ദൈവത്തെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൈവത്തെ ദൃശ്യവൽക്കരിക്കുക. അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. തന്റെ ഛായയിലും സാദൃശ്യത്തിലും. ദൈവത്തിന്റെ ഛായ എന്ന് പറയുന്നത് ആത്മാവാണ്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ആത്മാവായ ദൈവം നമ്മളെ ആത്മീയരായി സൃഷ്ടിച്ചു. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നത്, എനിക്കൊരു ആത്മാവുണ്ട്, എനിക്കൊരു മനസ്സുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് തെറ്റാണ്. എനിക്കൊരാത്മാവുണ്ടെന്നല്ല പറയേണ്ടത്. ഞാൻ ഒരു ആത്മാവാണ്, എനിക്ക് ഒരു മനസ്സുണ്ട്, ഞാൻ ഒരു ശരീരത്തിൽ ജീവിക്കുന്നു. ഞാൻ ഒരു ആത്മാവാണ്, എനിക്ക് ഒരു മനസ്സുണ്ട്, ഞാൻ ഒരു ശരീരത്തിൽ ജീവിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ ഈ ശരീരത്തെ വിട്ടിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് പറന്നു പോകും. ഞാൻ എൻ്റെ ദൈവത്തെ കാണാനായിട്ട് പോകും. 1 കൊറിന്ത്യർ അധ്യായം 13 ഇപ്രകാരം പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, അന്ന് നമ്മൾ മുഖാമുഖം കാണും. We will see him face to face. ദൈവത്തെ നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ ഈ ബോഡിയിൽ നിന്നും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഈ ഭൗതിക ലോകത്തു നിന്നും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഭൗതിക ലോകത്തു നിന്നും ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിന്റെ ഒരു വെട്ടം നമുക്ക് ചിലർക്ക് കിട്ടും. ദർശനങ്ങൾ, പ്രവചനങ്ങൾ. ജർമ്മൻ അറിയാൻ മേലാത്തവർ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നു. ഹിന്ദി അറിയാത്ത ഇംഗ്ലീഷുകാരൻ ഹിന്ദിയിൽ പെട്ടെന്ന് മെസ്സേജ് പറയുന്നു. ഇതൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് കാണിക്കാണ്, ഇതെല്ലാം അടയാളങ്ങൾ മാത്രമാണ്. ദ റിയൽ തിങ് വേറെയാണ് പ്രിയപ്പെട്ടവരെ. അത് കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത്. നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. നമ്മുടെ ജീവിതത്തെ ഓട്ടയിൽ ഒഴുക്കി കളയരുത്. ദൈവം, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ കൈരേഖ, ഈ തം പ്രിന്റ്, എന്റെ ഈ തം പ്രിന്റ് ലോകത്തിൽ ആർക്കുമില്ല. ആദത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ ഒരൊറ്റ വ്യക്തിക്കില്ല. ഡോക്ടർ മനോജിന്റെ തം പ്രിന്റ് വേറെ ആർക്കുമില്ല. ടോബി ബ്രദറിന്റെ തം പ്രിന്റ് വേറെ ആർക്കുമില്ല. ഇനി ഒട്ടും കൊടുക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ വന്നു പോയി കഴിഞ്ഞു. ഇപ്പൊ തന്നെ 650 കോടിയുണ്ട്. ഇതിനു മുമ്പ് എത്രയോ കോടികൾ പോയി. ഒരൊറ്റ വ്യക്തിക്ക് തം പ്രിന്റ് ഇല്ല. ദൈവം പറയോ, യുണീക്ക്. നീ സ്വർഗത്ത് വന്നില്ല എങ്കിൽ നിന്റെ കസേര എന്നും അവിടെ ഒഴിഞ്ഞു കിടക്കും. ആ കസേരയിൽ മറ്റൊരു വ്യക്തി ഇരുത്താൻ പറ്റില്ല. നിന്റെ തം പ്രിന്റോട് കൂടി നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. യു ആർ യുണീക്ക്. ദർ ഇസ് നൺ ലൈക്ക് യു. ഇൻ ജോൺ, ദർ ഇസ് നൺ ലൈക്ക് യു. തോമസ്, ദർ ഇസ് നൺ ലൈക്ക് യു. സാന്റോ, ദർ ഇസ് നൺ ലൈക്ക് യു. ഏലിയാമ്മേ, ദർ ഇസ് നൺ ലൈക്ക് യു. യു ആർ യുണീക്ക് ടു മീ. നീ എനിക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ്. നമ്മളെ ആ സ്വർഗത്തിലെ പിതാവിന് കിട്ടണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ട്രാക്ക് മാറി ഓടുമ്പോൾ ദൈവം ഏത് വിധത്തിലും നമ്മളെ പിടിക്കും. ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നത്, എന്നിട്ട് ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വീടിന്റെ മുറ്റത്തിരുന്ന് ഒരു കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു സ്വർണ്ണമാല ഇട്ടിട്ടുണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല. സ്വർണ്ണമാല ഇട്ട് അവൻ കളിക്കുകയാണ്. അവനൊരു 5 സ്റ്റാർ കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു മുട്ടായി, ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വീട്ടിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് ഇവന്റെ ചോക്ലേറ്റ് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇവൻ വാവിട്ട് കിടന്ന് നിലവിളിക്കുക, എന്റെ ചോക്ലേറ്റ് പോയി, എന്റെ ചോക്ലേറ്റ് പോയി. ആ സമയത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നു. ഭിക്ഷക്കാരൻ വന്നിട്ട് പറഞ്ഞു, വലിയൊരു ചോക്ലേറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് കണ്ടോ, ഇത്രയും വലിയ ചോക്ലേറ്റ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ ചോക്ലേറ്റ് നിനക്ക് വേണോ? ആ കഴുത്തെ കിടക്കുന്ന മാല തരുമോ? എങ്കിൽ ഇത്രയും വലിയ ചോക്ലേറ്റ് തരാം. പിന്നെന്താ, എനിക്ക് ആ ചോക്ലേറ്റ് തന്നെച്ചാ മതി. ആ മിൽക്ക് ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുത്തു. ഇവൻ കഴുത്തെ കിടക്കുന്ന മാല ഊരി അപ്പച്ചന്റെ കൊടുത്തു. അപ്പച്ചൻ അതും കൊണ്ട് അങ്ങോട്ട് പോയി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ ഈ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കുട്ടി വന്നിട്ട് ഇവന്റെ ഈ ചോക്ലേറ്റ് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇവൻ വീണ്ടും കരഞ്ഞു.
അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ നിലവിളി കെട്ട് പുറത്തിറങ്ങി. എന്താടാ കരയുന്നത്? ചോക്ലേറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഏത് ചോക്ലേറ്റ്? അപ്പാപ്പൻ തന്ന ചോക്ലേറ്റ്. ഏതപ്പാപ്പൻ? മാല കൊണ്ടുപോയ അപ്പാപ്പൻ. ഇപ്പോൾ ആരാ പ്രിയപ്പെട്ടവരെ കരയുന്നത്? എന്തേ കുഞ്ഞ് കരഞ്ഞില്ല? $5 മിൽക്ക് ചോക്ലേറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ കരഞ്ഞു. ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള അവന്റെ മാല നഷ്ടപ്പെട്ടപ്പോൾ അവൻ കരഞ്ഞില്ല. അവന് വില അറിയത്തില്ല, ഏതിനാണ് മൂല്യമെന്ന് അവൻ അറിയത്തില്ല. നമ്മൾ ഇന്ന് ഇതുപോലെ $1000 പോകുമ്പോൾ കരയും. ടൊയോട്ട കാറിന്റെ പെയിന്റ് പോയാൽ നമ്മൾ കരയും. നമുക്ക് 2 ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല. റെയർ വ്യൂ മിററിൽ പാർക്കിംഗ് ലോട്ടിലിരിക്കുന്ന സമയത്ത് ആരോ വന്ന് ഉരച്ചിട്ട് പോയി. ഒരാഴ്ചത്തെ ഉറക്കം പോയി. ഭാര്യയോട് ദേഷ്യപ്പെടാൻ അത് മതി. അവൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും സമാധാനം കൊടുക്കുന്നില്ല. കാരണം കാറിന്റെ പെയിന്റ് പോയി. മനുഷ്യ, സഹോദര, ആത്മാവിന്റെ പെയിന്റ് പോയിട്ട് നാളെത്രയായി? കർത്താവ് പറയും പെയിന്റ് പോയതല്ല, അവിടെ പെയിന്റ് ഇപ്പൊ ഇല്ല. പെയിന്റ് പോയത് മാത്രമല്ല, ചളുങ്ങിപ്പോയി, പാട്ടച്ചളുക്കം പോലെയായി. പക്ഷെ കരയുന്നില്ല. കരയുന്നത് കാറിന്റെ പെയിന്റ് പോയതിനെ നോക്കിക്കൊണ്ടാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആ മിൽക്ക് ചോക്ലേറ്റ് പോയ കുട്ടിയെ പോലെ വില തിരിച്ചറിയാതെ ലോകത്തിലെ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ കരയുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. എന്തിനു വേണ്ടി നമ്മൾ കരയണം? ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് ഞാൻ കരയണം. പിതാവേ, അവിടെ നിന്ന് സൃഷ്ടിച്ചപ്പോഴുള്ള ഛായയും സാദൃശ്യവും, ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനെ ഓർത്ത് ഞാൻ കരയണം. കർത്താവ് പറയാണ്, അങ്ങനെ കരയുന്നവർ ഭാഗ്യമുള്ളവർ, അവർ ആശ്വസിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ ധ്യാനത്തിലൂടെ നമ്മൾ കരയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, ഞാൻ എൻ്റെ പിതാവിന്റെ ഛായയും സാദൃശ്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനെ ഓർത്ത് ഞാൻ കരയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെപ്പോലെ ഇരിക്കും? ഒന്ന് മനസ്സിലാകുന്ന ഭാഷ പറയാവോ? ദൈവത്തെ പോലെ ശരിയാണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാവോ? ആരെപ്പോലെ ഇരിക്കും? എക്സാക്ട്ലി ഇരിക്കണം. കൊളോസോസ് 1:13 പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനുമാണ്. അപ്പൊ നമ്മൾ ആരെപ്പോലെ ഇരിക്കണം? ദാറ്റ്സ് റൈറ്റ്. നമ്മൾ ആരെപ്പോലെ ഇരിക്കണം? ഉച്ചത്തിൽ പറഞ്ഞേ, യേശുവിനെ പോലെ ഇരിക്കണം. ഇപ്പൊ ആരെപ്പോലെ ഇരിക്കുന്നു? ഞാന് ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, കേട്ടോണം, ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ യേശുവിനെ പോലെ അല്ല ഇരിക്കുന്നത്, മനുഷ്യനെ പോലെയാണ് കർത്താവേ ഞാൻ ഇരിക്കുന്നത്. മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത്. മാത്രമൊന്നല്ല, ചില സമയത്ത് ഞാൻ മൃഗത്തെ പോലെയാണ് ഇരിക്കുന്നത്. ഉടനെ കർത്താവ് പറഞ്ഞു, അങ്ങനെ പറയാതട മോനെ. എനിക്ക് തോന്നി കർത്താവ് ആശ്വസിപ്പിക്കായിരിക്കും. കർത്താവെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൃഗത്തെ പോലെയാണ് ഇരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ പറയാതെ, നീ മൃഗത്തെ പോലെയാന്ന് പറയാതെ. ഞങ്ങളുടെ വീട്ടിൽ 3 പട്ടിയുണ്ട്. ഇപ്പം 2 കുട്ടി പട്ടികളും ഒരു ബിഗ് പട്ടി, വലിയ പട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് പട്ടിക്ക് എന്നെയും വലിയ ഇഷ്ടമാണ്. വാലാട്ടും നല്ല വൈപ്പർ പോലെ ആട്ടും. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ, ധ്യാനമൊക്കെ കഴിഞ്ഞ് ചെല്ലുന്ന ഗേറ്റ് തുറക്കുമ്പോഴേ ഇങ്ങനെ വൈപ്പർ മഴയത്ത് നമ്മൾ അടിക്കില്ല, അതുപോലെ ഇങ്ങോട്ട് വലിയ സ്നേഹമാണ്. അപ്പം ഞാനാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പട്ടിക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആഹാരം കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പുറത്തുനിന്ന് ചെന്ന സമയത്ത് ഷൂസ് ഇട്ടിട്ടാണ് ചെന്നത്. അറിയാതെ വാലിലോട്ട് കയറി ഒരു ചവിട്ടങ്ങോട്ട് ചവിട്ടിയ പാടെ പട്ടി എന്ത് ചെയ്ത് കാണും? കടിച്ചു. ഇത്രയും വർഷം ഇറച്ചിയും ബിരിയാണിയും ഒക്കെ തന്ന നമ്മുടെ യജമാനനാണെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കൂർത്ത പല്ലുകൾ വച്ച് എനിക്കിട്ടൊരു ഒറ്റക്കടി. ഞാൻ പറഞ്ഞടാ, നന്ദിയില്ലാത്ത നായേ എന്ന് തന്നെ വിളിച്ചു. കാരണം ഇത്രയും നാൾ ഇവൻ ഈ ആഹാരം എല്ലാം അടിച്ചെടുത്തിട്ട്. പക്ഷെ ഞാനന്ന് രാത്രിയിൽ പോയിരിക്കുമ്പോൾ എനിക്കൊരു തോന്നല്, ദൈവമേ, ഇത് തന്നെയല്ലേ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒത്തിരി നാൾ സ്നേഹിച്ച എൻ്റെ ഭാര്യ, ജീവിതത്തിൽ എപ്പോഴോ അവൾക്ക് തലവേദന ഉണ്ടായിരുന്നൊരു സമയത്ത് അവൾ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ, എന്തോ ഒന്ന് ഇറിറ്റേറ്റഡായിട്ട് സംസാരിച്ചപ്പോൾ 20 മിനിറ്റ് നേരം അവളെ മെഷീൻ ഗൺ വെച്ച് ഫയർ ചെയ്തു. അവളെ പറഞ്ഞു, അവളുടെ അപ്പനെ പറഞ്ഞു, അപ്പാപ്പനെ പറഞ്ഞു, 4 തലമുറ മുമ്പ് പറഞ്ഞു, അവളുടെ കുടുംബത്തിന്റെ പേരറിയാവുന്ന അവിടം വരെ ഞാൻ ചെന്ന് പറഞ്ഞു. അല്ലേലും നീ നിന്റെ തറവാടും എനിക്കറിയാം, നിന്നെ കെട്ടിയപ്പോഴും എനിക്ക് തോന്നിയത് ടിക്കട്ടക്ക 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 ടിക്കട്ടക്ക. ഇപ്പൊ ഞാൻ ആരെപ്പോലിരിക്കുന്നു? ഇപ്പൊ ഞാൻ ആരെപ്പോലിരിക്കുന്നു? പട്ടിയെപ്പോലിരിക്കുന്നു. മനുഷ്യന്റെ അവിടെ നിന്നും താഴുന്നു.
യേശുവിനെ പോലെ ഇരിക്കേണ്ട ഞാൻ അവിടെ നിന്ന് മനുഷ്യനെ പോലെയല്ല, അവിടെ നിന്നും താഴ്ന്ന് ആരെപ്പോലെ ഇരിക്കുന്നു? പട്ടിയെപ്പോലെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിപ്പോൾ പട്ടിയെപ്പോലെ ഇരിക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞു, അങ്ങനെ പറയല്ലേ മോനെ. പ്രിയപ്പെട്ടവരെ, രാവിലെ പള്ളി പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഇന്നലെ കടിച്ച പട്ടിക്ക് അനുതാപം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പട്ടിക്ക് മനസ്സിലായി അബദ്ധം പറ്റി. പട്ടി അവിടെ കിടന്ന് എന്നെ കണ്ടപ്പോഴേ തന്നെ ചാടുന്നു മറിയുന്നു. കൂടെ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് തുറന്നു വിട്ടു. എന്നെ വന്നിട്ട് നോക്കുന്നു. അതിന് മനസ്സിലായി ചെയ്ത് തെറ്റിപ്പോയി. അതിങ്ങനെ കിടന്ന് കറങ്ങുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ പോടാ അങ്ങനെ പറഞ്ഞൊക്കെ വിട്ടു. എന്നിട്ട് ഞാൻ പള്ളിയിലോട്ട് പോവുക വിശുദ്ധ കുർബാനയ്ക്ക്. ഞാൻ ഈ ധ്യാനം നടത്താൻ തുടങ്ങിയ തൊട്ട് എന്നെപ്പറ്റി നാട്ടിൽ മുഴുവൻ പരദൂഷണം പറഞ്ഞു നടത്തുന്ന ഇവരെയൊക്കെ ഏത് മെഡിക്കൽ, ഇവരെ പഠിപ്പിച്ച നേരത്തെ വേറെ വല്ലവനെ പഠിപ്പിച്ചിരുന്നേ, അവനൊരു ഡോക്ടറായിട്ടെങ്കിലും ഇരുന്ന ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പൊ എനിക്കിത് അങ്ങോട്ട് ഈ ചേട്ടനെ കാണുമ്പോൾ തന്നെ എല്ലായിടത്തും കൂടെ അങ്ങോട്ട് ഒരു സ്ക്രാച്ചിങ് കയറി വരും. അപ്പൊ ഞാൻ കുർബാനയ്ക്ക് പോകുന്ന സമയത്താണ് ഈ ചേട്ടനാണ് നേരെ ഓപ്പോസിറ്റ് വരുന്നത്. ഓപ്പോസിറ്റായിട്ട് ഈ ചേട്ടനെ കണ്ടതും ഞാൻ പതുക്കെ ലൈൻ കമ്പിയിലിരിക്കുന്ന കാക്കയെ നോക്കാൻ തുടങ്ങി. പള്ളിയിലോട്ട് പോവുകയാണ്. ലൈൻ കമ്പിയിലിരിക്കുന്ന കാക്കയെ നോക്കിക്കൊണ്ട് എനിക്കറിയാം ഒരു നിഴൽ ഇപ്പുറത്തൂടെ കടന്നു പോയി. ഇപ്പൊ ചേട്ടൻ പോയെന്നർത്ഥം. നിഴലിൽ പോയത് ഞാൻ വീണ്ടും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ കരിസ്മാറ്റിക് ആണല്ലോ. യേശുവേ സ്തോത്രം. കർത്താവേ, വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്ന ദൈവമേ, അഗ്നിയാഭിഷേകമായി ഇന്ന് കടന്നു വരണമേ. ഒരു സ്വരകത്തുനിന്ന് കേട്ടു, മോനെ. ഞാൻ പറഞ്ഞു, എന്തോ? ഇന്നലെ നീ പറഞ്ഞില്ലേ നീ പട്ടിയെ പോലെ ആയിരിക്കുന്നെന്ന്? ഞാൻ പറഞ്ഞു, അതേ കർത്താവേ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറയരുതെന്ന്? ഞാൻ പറഞ്ഞു, എന്താ കർത്താവേ? ഇന്നലെ നിന്നെ കടിച്ച പട്ടി രാവിലെ ആയപ്പോ രമ്യതപ്പെട്ടു. നിന്റെ കാലയിലും മുതുകത്തും എല്ലാം നക്കി കറങ്ങി അത് അനുതാപവും സ്നേഹവും പ്രകടിപ്പിച്ചു. നിന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞ ഈ മത്തായി ചേട്ടനെ നീ കണ്ടപ്പോൾ നീ എന്താ ലൈൻ കമ്പിയെ നോക്കിപ്പോയത്? ഇപ്പൊ നീ ആരെക്കാളും താഴെയാണ്, പട്ടിയെക്കാളും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം നിലവിളിക്കുന്നു, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും അറിയുന്നു, എന്നാൽ എന്റെ ജനം എന്നെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിലവിളിക്കുകയാണ്. മൃഗങ്ങളും പക്ഷികളും എല്ലാം മാനം മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ അതിനേക്കാളും താഴ്ന്ന നിലയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അധപ്പതിച്ചതിനെ ഓർത്ത് ദൈവം പ്രകൃതി ശക്തികളെ നോക്കി കണ്ണുനീർ വാർക്കുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും അറിയുന്നു. ഞാനന്ന് കുർബാനയ്ക്കിരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, വചനപ്രഘോഷകനായ ഞാൻ പട്ടിയെക്കാളും താഴെ നിന്നിട്ടാണല്ലോ ആൾക്കാരെ നന്നാക്കാനായിട്ട് നടക്കുന്നത്. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുന്ന